ഹലോ, വീട്ടിലില്ലേ ശർക്കര വാങ്ങിയാൽ എനിക്ക് ആദ്യം ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു ഐറ്റം കേട്ടോ ഈ ഒരു ഉണ്ണിയപ്പം. ഇവിടെ കുട്ടികൾക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് ഞാൻ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ആ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് ഞാൻ 2 മണിക്കൂറോളം സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് വെള്ളമൊഴിച്ച്. ഇനിയിപ്പോൾ തലേന്ന് നിങ്ങൾ അങ്ങനെ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് റെസിപ്പി ചെയ്യാനുള്ളത് കൊണ്ട് 2 മണിക്കൂർ മുന്നേ അങ്ങനെ സോക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി അറിയുന്നവരുണ്ടാവും, പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനൊരു റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അരിയൊക്കെ നന്നായിട്ട് നല്ലോണം സോക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, വെള്ളമൊക്കെ ഒന്ന് ഊറി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ അവിടെ മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ശർക്കര എടുക്കുക. ഒരു 4 ആണി ശർക്കര എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ശർക്കര ഉരുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ശർക്കര പാനി അവിടെ നിന്ന് റെഡി ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്കിവിടെ ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ശർക്കര പാനി നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ചൂടുള്ള വസ്തുക്കളിട്ട് അരക്കുന്നത് ഭയങ്കര അപകടമാണ്. പിന്നെ നമുക്ക് 2 പൂവമ്പഴം കിട്ടിയിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ്, കുറച്ച് ജീരകം, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട, ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു ശർക്കര പാനി തന്നെ നമുക്കിത് അരച്ചെടുക്കാം. എന്നിട്ടൊരു 2 മണിക്കൂറോളം നമുക്കൊന്ന് ജസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനിയിപ്പം നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊരു ഗോൾഡൻ കളറാകുന്നത് വരെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിങ്ങനെ ചിരകിയിട്ടല്ല, നമ്മൾ തേങ്ങ കൊത്തില്ല അതുപോലെ എടുക്കട്ടെ. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു മാവിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനിയിപ്പോൾ എന്താ പരിപാടി? ഇനിയിപ്പോൾ നമ്മൾ അപ്പച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഉണ്ണിയപ്പം ഓരോന്നായിട്ട് ഒഴിച്ചിട്ട് ചുട്ടെടുക്കുക കേട്ടോ. ഓയിൽ അല്ലെങ്കിൽ പിന്നെ സാധാ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. കുറച്ച് നെയ്യ് തൂകുന്നത് നന്നായിരിക്കും കേട്ടോ. ഇതുപോലെ ഓരോ തവിയായിട്ട് കോരി ഒഴിച്ച് ഒന്ന് ചുട്ടെടുക്കുക. പിന്നില്ലേ നിങ്ങളും ഇതുപോലെ തന്നെയാണോ ഉണ്ണിയപ്പം ഉണ്ടാക്കാറുള്ളത്? ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ ഈ പച്ചരി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അത് വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഞാനിങ്ങനെയായിട്ട് ഉണ്ടാക്കാറുള്ളത്. ഇതാകുമ്പോൾ കുറച്ചുകൂടി സിമ്പിളല്ലേ. നമുക്ക് പച്ചരി തന്നെ നമ്മുടെ ശർക്കര പാനി ഒഴിച്ചിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു മാവ് കിട്ടി. അത് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ഇങ്ങനെ ചെയ്തതിനെ കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെയാട്ടോ കിട്ടാറുള്ളത്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കേട്ടോ. നമുക്കത് സ്റ്റോർ ചെയ്ത് വെച്ച് കുട്ടികൾക്ക് 2-3 ദിവസമൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ മസ്റ്റായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.